ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തേക്കടി പുഷ്പമേള കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ പോകും വഴി കാണാം. അങ്ങനെ നമ്മൾ പുഷ്പമേള കാണാൻ വേണ്ടി വന്നതാണെങ്കിലും അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യത്തെ ഇത് മൊത്തത്തിൽ ഫ്ലോപ്പായിപ്പോയി. കാരണം നമ്മൾ അറിഞ്ഞത് വെച്ചൊരു 10 മണി, രാവിലെ 10 തൊട്ട് വൈകിട്ട് 10 മണി വരെയാണ് ഇത് ഓപ്പണാന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് പോയത്. നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഒരു വൈകുന്നേരം ബേസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. അപ്പം നമ്മളൊരു 11:30 12 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ ഒരു 1:45 ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ജസ്റ്റ് അത് ഓപ്പണാണ്, ഫ്ലവർ ഷോയുടെ ആ ഏരിയ ഓപ്പണാണ്. പക്ഷേ അവിടെ സെറ്റ് ചെയ്തേക്കുന്ന പാർക്ക്, അല്ലെങ്കിൽ നമ്മൾ മെയിൻ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർമെയ്ഡ് ഷോ ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടി പോയതാണ്. പിന്നെ എല്ലാ വർഷവും, ഇതിപ്പോൾ 18ാമത്തെ വർഷം എങ്ങാണ്ടാണ് ഈ ഫ്ലവർ ഷോ നടക്കുന്നത്. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതലും എക്സൈറ്റ്മെൻ്റ് ആയിട്ട് പോയത്. പക്ഷേ അവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളവിടെ ചെന്ന സമയത്ത് ഈ ഫുഡ് കോർട്ട്, സ്റ്റാൾ അങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ. മെർമെയ്ഡ് ഷോ 5:30, 5 മണിന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു 5:30 ആകുമ്പോഴത്തേക്ക് ഇതാവും. പിന്നെ നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട വന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തേക്കടി പോയി എന്ന് പറഞ്ഞാലും ബോട്ടിങ്ങിനൊന്നും കയറിയില്ല. അപ്പോൾ നമ്മൾ തേക്കടി പെരിയാർ ടൈഗർ റിസർവിലേക്ക് പോയി. ആ ഒരു ഏരിയ ആണ് കേട്ടോ കാണുന്നത്. നമ്മൾ അകത്തോട്ട് പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ വണ്ടി കൊണ്ട് കയറ്റി വിടില്ല. അവർക്ക് അവിടെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട്. അവിടെ നിന്ന് അവരുടെ വണ്ടിയിലെ നമ്മളെ കൊണ്ടുപോകാറുള്ളൂ. ഇതിൻ്റെ എൻഡിലാണ് ബോട്ടിംഗ് എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ നിന്നപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഷോപ്പ് നടത്തുന്ന ചേട്ടൻ പറഞ്ഞു അവിടെ അമ്പലത്തിൽ ഉത്സവമുണ്ട്, ചെക്ക് പോസ്റ്റ് കയറി വരുന്നിടത്തൊരു അമ്പലമുണ്ട്, ആ ഉത്സവം ഉണ്ടെന്ന് പറഞ്ഞ് അവിടത്തേക്ക് പോവാമെന്ന് പറയാൻ പറഞ്ഞിട്ട് നമ്മൾ കയറി ഒരു 3-4 കിലോമീറ്റർ നമ്മളിങ്ങ് പോരുന്നു കേട്ടോ. ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ് അവിടെ, വേറെ ഒന്നുമില്ല. പിന്നെ കുറേ ആദിവാസി ഊരുകൾ, അങ്ങനെ പിന്നെ ഇതൊക്കെ കാണുന്ന ക്വാർട്ടേഴ്സുകളാണ് കേട്ടോ. അവിടെ സ്റ്റാഫുകളുണ്ട്. ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളെ പിടിച്ച് നിർത്തിയിട്ട് ചിലപ്പോൾ ഫൈൻ അടപ്പിച്ചേനെ അകത്തോട്ട് കയറിയതിന്. പിന്നെ നമ്മൾ തിരിച്ച് വന്ന അമ്പലത്തിൻ്റെ അവിടെ വന്ന് ഇറങ്ങിയ ആ സമയത്ത് തന്നെ ആൾക്കാരെ ആയിട്ട് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു ബസ് കറക്റ്റ് ആ ഒരു ടൈമിൽ എടുത്തിട്ടോ. പിന്നെ നമ്മൾ അകത്ത് കയറിയ സമയത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു. കാരണം അവിടെ നിൽക്കാൻ നമുക്ക് പേടിയാവും. കാരണം ഫുൾ 2 സൈഡിലും ഫുൾ ഫോറസ്റ്റാണ്, ഒറ്റ മനുഷ്യനില്ല. ഇതാണ് അമ്പലം. അപ്പോൾ നമ്മൾ എന്തായാലും വിഷുവിന് ഫോട്ടോസൊന്നും വലുതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഫോട്ടോഷൂട്ട് എടുക്കണമെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോയിരുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാവേനെ ആണെങ്കിലും ഒരു കൃഷ്ണൻ്റെ പ്രിൻ്റുള്ള ഒരു ഡ്രസ്സൊക്കെയാണ് ഇടിപ്പിച്ച് വന്നത് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ സംഭവമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവൾക്ക് നമ്മൾ ഗുരുവായൂർ ചോറ് കൊടുക്കാൻ പോയപ്പോൾ എടുത്തിരുന്നൊരു ഡ്രസ്സാണ്, അതിപ്പോഴാണ് പാകമായത്. അതുകൊണ്ട് അത് തന്നെ ഇടിപ്പിച്ച് നമ്മൾ അമ്പലത്തിൻ്റെ ആ ഏരിയയിൽ വന്ന് ഭാഗ്യത്തിന് അവിടെ ഒരു കണിക്കൊന്ന ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തു. പിന്നെ ഒരു 4:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഫ്ലവർ ഷോയുടെ അവിടെ വീണ്ടും വന്നു. അപ്പോഴവിടെ ആൾക്കാർ വരുന്നതേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് എൻട്രി ഫീ എടുത്തു. അപ്പോൾ നമ്മളോട് 5 മണിന്നായിരുന്നു പറഞ്ഞിരുന്നത് മെർമെയ്ഡ് ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ 4:30 ആയപ്പോൾ വന്നു, അതിനകത്ത് കയറി അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ ഫീ എടുത്ത് അകത്തോട്ട് കയറിയപ്പോഴാണ് അറിഞ്ഞത് കുറച്ച് ഏരിയയിൽ മാത്രം കുറച്ച് ചെടികൾ, ഇതിലും കൂടുതൽ എനിക്ക് തോന്നുന്നു നഴ്സറികളിലുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ കൂടുതലും സൂര്യകാന്തിയുടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉള്ളു കാണാൻ ഉണ്ടായിരുന്നുള്ളത്. പക്ഷേ വലിയ പ്രതീക്ഷയിൽ പോയതാണ്. ഫ്ലവർ ഷോ എല്ലാ വർഷവും നല്ല രീതിയിൽ ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു പോയി കാണാൻ. പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ വർഷം പോകാൻ തീരുമാനിച്ചു പോയി. പക്ഷേ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതായിപ്പോയി. കാരണം അവിടെ അധികം കാണാനൊന്നുമില്ല. പിന്നെ വാവയുള്ളത് കൊണ്ട് അവൾക്ക് ആ ഏരിയയിലൂടെ ഓടി നടക്കാനൊക്കെ ഉള്ളൊരു ഇതുള്ളത് കൊണ്ട് അങ്ങനെ കുറേ ടൈം പോയി കേട്ടോ. ഇത് നമ്മൾ പാസ് എടുത്ത് അകത്തോട്ട് കയറാൻ പറഞ്ഞിട്ട് ഇവള് പാസ് എടുത്തിട്ട് പുറത്തോട്ട് പോകുമായിരുന്നു. പിന്നെ അവളെ എടുത്തോണ്ട് തന്നെ പോയി കേട്ടോ. കാരണം താഴെ ഇറങ്ങി നിർത്തിക്കഴിഞ്ഞാൽ ആൾ പിന്നെ കൈ കയറത്തില്ല. പിന്നെ അങ്ങനെ കുറേ ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു 5 മണി വരെ എടുത്ത് 5 മണി ആയിട്ടും ഷോ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞു 5:30 ആവുമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു ഗ്രൂപ്പ് പിള്ളേരുടെ എനിക്കൊന്ന് 1 ഡേ ട്രിപ്പ് പോലെ വന്നിട്ട് അവർക്ക് കുറച്ച് ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്
അവിടെ കുറച്ച് പ്രോഗ്രാംസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുള്ളത് കൊണ്ട് ചിലപ്പോൾ ഈ മെർമെയ്ഡ് ഷോ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത്. അവിടെ നടത്തുന്നവർക്ക് തന്നെ അറിയില്ല ഇതെപ്പോൾ തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നൊന്നും. പിന്നെ നമ്മൾ വീണ്ടും കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഗെയിമിങ് ഏരിയയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ റൈഡ്സിലൊന്നും നമുക്ക് കയറണം താല്പര്യമില്ലായിരുന്നു. പിന്നെ നമ്മൾ ആ ഗാർഡൻ്റെ അകത്ത് തന്നെയാണ് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്തത്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിരുന്നു തേക്കടി പോയിട്ട്. കാരണം നമുക്ക് ടൈം കുറേ സ്പെൻഡ് ചെയ്യണമായിരുന്നു. നമ്മൾ ഒരു 1:45 ചെന്നു, ഒരു 4:30-5 മണി വരെ ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇനി ആരെങ്കിലും ഈ ഫ്ലവർ ഷോ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5-5:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുന്ന രീതിയിലേ പോകാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പണി കിട്ടും. Touch the sky, feeling bolder. Going up, going up, going all the way. Going high, 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 high. Going up, going up, going all the way. Going high, high, higher. Going all the way, going up, going all the way, going up, going all the way, going high, higher. Break the mold, then press repeat. Get 'em up, get 'em up on the edge of their seats. Set your aim a little higher. We're gonna go, gonna go, gonna go there. Going up, going up, going all the way. Going high, 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 high. Going up, going up, going all the way. Going high, higher. Going all the way, going up, going all the way, going up, going all the way, going We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. Going up, going out, going all the way. Going high, 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 high. Going up, going out, going all the way. Going high, high, higher. Going all the way, going up, going all the way, going up, going all the way, going high, higher. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. Run away and embrace the day. The sun is out, won't go away. Feel the clouds on your shoulder. Touch the sky, feeling bolder. Going up, going out, going all the way. Going high, 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 high. Going up, going out, going all the way. Going high, higher. Going all the way, going up, going all the way, going up, going all the way, going higher. Break the mold, then press repeat. Get 'em up on the edge of their seats. Set your aim a little higher. We're gonna go, gonna go, gonna go there. Going up, going out, going all the way. Going high, 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 high. Going up, going out, going all the way. Going high, higher. Going all the way, going up, going all the way, going up, going all the way, going We've been waiting for so long.
We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. Going up, going out, going all the way. Going high, yeah, yeah, high, yeah, yeah. Going up, going out, going all the way. Going high, high, higher. Going all the way, going up, going all the way, going up. വലിയ ആളും തിരക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഏരിയസും വീഡിയോ എടുത്ത് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയും ടൈം പോട്ടെന്ന് വെച്ചിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ഗെയിമിങ് ഏരിയയിൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് പോയി. അങ്ങനെ ചേട്ടായി കുറച്ച് മറ്റേ റിങ് എറിയുന്ന അതിനൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ട്രൈ ചെയ്ത് കേട്ടോ. ഭാഗ്യ കൂടുതൽ കൊണ്ട് ഏതായാലും നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ അതിൻ്റെ ആ കോമ്പൗണ്ടിൽ തന്നെ ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്യൂസ് കോമ്പറ്റീഷൻ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്കറിയാം, പക്ഷെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ എങ്കിലും പോയി നോക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നു. കാരണം അവിടെ പാട്ട് അങ്ങനത്തെ ഇതൊക്കെ നല്ല വോളിയത്തിലിട്ടിട്ടുള്ളതെന്ന് ഭാവിക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പോയി നിന്നു. അത് കഴിഞ്ഞപ്പോൾ താണ്ടാ ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. അതുകൊണ്ട് ഭയങ്കര സങ്കടമായി പോയി. കാരണം നമ്മൾ അറിയാവുന്നിട്ട് പോലും നമ്മൾ പറഞ്ഞില്ല നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് നമ്മളും കുറേ ആൻസേഴ്സൊക്കെ പറഞ്ഞ്, പക്ഷെ ഒന്നും കേൾക്കത്തില്ലായിരുന്നു ഈ വോളിയൊക്കെ കാരണം കണ്ടു. ഭയങ്കര ഒരുപാട് ക്രൗഡില്ല, പക്ഷെ നമ്മൾ ചെന്നതിന് ശേഷം കുറേ ആൾക്കാർ വന്നിട്ടോ. പിന്നെ അങ്ങനെ ഞാനും ആൻസർ പറഞ്ഞ് എനിക്കും ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടോ. അതിന് മേടിക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞിതുവരെ അതുവഴിയൊക്കെ ഓടി നടക്കുമായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു ഒരു 5:30 ആയപ്പോഴത്തേക്കും ഈ ഷോ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ആദ്യം ഒരു 10 പേരൊരു ഫാമിലി അകത്ത് കയറി. അതിനുശേഷം രണ്ടാമത് നമ്മളാണ് കയറുന്നത്. നമ്മുടെ കൂടെ വേറൊരു ഫാമിലി, ഒരു ചേച്ചിയും 3 പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിനകത്ത് തന്നെ ഇതിൻ്റെ ബാക്കിലാണ് ഹൊറർ ഹൗസ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ്. പക്ഷെ വലിയ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മളവിടെ ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി ടൈം അതിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടി കേട്ടോ. ഈ ഒരു മെർമെയ്ഡിൻ്റെ അവിടെ. അപ്പോൾ ആ ചേച്ചി ആണെങ്കിലും അതായത് ആ ഫാമിലി അവർ ഒരു 5 മിനിറ്റ് കണ്ടിട്ട് അവരകത്തോട്ട് കയറിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഓഫായിട്ട് ശേഷം മാത്രം നമ്മളോട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ആരും ആ ഏരിയയിലില്ല, അതുകൊണ്ട് നമുക്ക് കുറേ ടൈം കിട്ടി വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെർമെയ്ഡ് ഷോ കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും നമ്മളെ വെയിറ്റ് ചെയ്ത് മറ്റേ ഫാമിലി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കാരണം മുന്നോട്ട് പോകാൻ വേറെ ആൾക്കാരില്ല. അപ്പം ഹൊറർ ഹൗസ് എന്ന് പറഞ്ഞാൽ വലിയ പേടിക്കാനില്ലെങ്കിലും തന്നെ ഉള്ളപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ. പിന്നെ കുഞ്ഞിനെ കൊണ്ട് അതിലേക്ക് കയറാനൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ മുന്നോട്ട് പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കും തന്നെ ഈ കയറിയ 3 പിള്ളേർ ഭയങ്കര ബഹളവും അലർച്ചയൊക്കെ. അപ്പോഴേ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വലുതായിട്ട് കണ്ടില്ല കേട്ടോ. ഞാൻ പോയ പോലെ തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.